ഓണോത്സവത്തിനൊരുങ്ങി പിറവം നഗരസഭ. ഓഗസ്റ്റ് 26 നടക്കുന്ന അത്തച്ചമയ സാംസ്കാരിക സമ്മേളനം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. അത്തച്ചമയ ഘോഷയാത്രയോടനുബന്ധിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം നഗരസഭയുടെ ഓണോത്സവത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. പൊന്നോണത്തോടനുബന്ധിച്ച് 26-ന് അത്തം നാളിൽ നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ പിറവത്ത് ഓണോത്സവത്തിന് തിരിതെളിയുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികളായ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു, വൈസ് ചെയർമാൻ കെ.പി. സലീം എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ മൈതാനിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം എം.പി. ഫ്രാൻസിസ് ജോർജ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. പിറവം എം.എൽ.എ. അനൂപ് ജേക്കബ് ഓണപ്പതാക ഉയർത്തും. തുടർന്ന് വിവിധ നാടൻ കലാരൂപങ്ങളും ദേവനൃത്ത സംഘങ്ങളും വാദ്യസംഘങ്ങളും വാദ്യമേള സംഘങ്ങളും അണിനിരക്കുന്ന ഘോഷയാത്ര പ്രധാന റോഡിലൂടെ പാലം കടന്ന് ദേവിപടിയിലെത്തി സമാപിക്കും. അത്തച്ചമയ ഘോഷയാത്ര നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച ടൗണിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാഗത സംഘം ഭാരവാഹികളായ പി.കെ. പ്രസാദ്, കൌൺസിലർമാരായ ഡോക്ടർ അജേഷ് മനോഹർ, അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ, പി. ഗിരീഷ് കുമാർ, രാജു പാണാലിക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഓഗസ്റ്റ് 26-ാം തീയതി അത്തച്ചമയ സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുകയാണ്. പിറവം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് 3:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ.ബി. ഗണേഷ് കുമാർ ഉദ്ഘാടനം നടത്തുകയും ബഹുമാനപ്പെട്ട എം.പി. ശ്രീ ഫ്രാൻസിസ് ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ്. ബഹുമാന്യനായ എം.എൽ.എ. ശ്രീ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് അത്തപതാക ഉയർത്തും. സമ്മേളനത്തിന് ശേഷം 4:30 ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ വിവിധ നാടൻ കലാരൂപങ്ങളായ മഹാബലി, പുലികളി, തമ്പോല, കാളിനൃത്തം, നന്ദികേശൻ, ഡോൾഫിൻ, മയൂര നൃത്തം, അരയന്നം, ഓർച്ചിറക്കാള, ദേവനൃത്തം, തിറകളി, ഹനുമാൻ, നരസിംഹം, ആട്ടക്കാവടി, പടയണി, ചെണ്ടമേളം, ശിങ്കാരിമേളം, കാവടി മേളം, തെയ്യം, പഞ്ചവാദ്യം, NCC ബാൻഡ് സെറ്റ്, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിനിരക്കുന്നതാണ്. സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്ന് ആരംഭിച്ച് പഴയ പെട്രോൾ പമ്പ് വഴി കരവട്ടക്കുറിച്ച് കടന്ന് ബസ് സ്റ്റാൻഡിന് മുമ്പിലൂടെ പള്ളിക്കവല വഴി പാലം കടന്ന് ദേവിപ്പടിയിൽ സമാപിക്കുന്നതാണ്. ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ നഗരസഭയിലെ എല്ലാ ഡിവിഷനിൽ നിന്നും കുടുംബശ്രീ അടക്കമുള്ള ആളുകളും അതോടൊപ്പം തന്നെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും മറ്റ് സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും എല്ലാം പങ്കെടുത്ത് പിറവത്തിന്റെ ഒരു ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുചേർന്നാണ് ഇത്തവണ തയ്യാറെടുത്തിരിക്കുന്നത്. ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 5 വരെ പിറവം ടൗണിൽ മികച്ച രീതിയിൽ അലങ്കരിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ സെപ്റ്റംബർ 1, 2, 3 ദിവസങ്ങളിലാണ് മറ്റ് പരിപാടികൾ നടക്കുന്നത്. 1, 2 ദിവസങ്ങളിൽ ഇത്തവണ ആദ്യമായിട്ട് നമ്മൾ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ബസ് ബേയിൽ നമ്മളവിടെ 15ഓളം സ്റ്റാളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏകദേശം രാത്രി 10 മണി വരെ പ്രവർത്തിക്കും. സെപ്റ്റംബർ 1 നടക്കുന്ന സ്റ്റേജ് പരിപാടിയിൽ 7:30 മുതൽ നറുനിലാവ്, നാട്ടുകൂട്ടം ബാൻഡിന്റെ നാടൻ വെട്ടും മറ്റ് കലാപരിപാടികളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ 2 ഫുഡ് ഫെസ്റ്റ് തുടരുകയും വൈകുന്നേരം 5 മണിക്ക് തീറ്റ മത്സരം, 7 മണി മുതൽ പിറവം ഫ്യൂഷൻ മ്യൂസിക്കിന്റെ ഫ്യൂഷൻ സന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം തന്നെ നഗരസഭാ അങ്കണത്തിൽ 3 മണിക്ക് വടംവലി മത്സരവും ഉണ്ടായിരിക്കുന്നതാണ്. ഫുഡ് ഫെസ്റ്റ് 2 ദിവസങ്ങളിൽ രാത്രി 12 മണി വരെ, ടൗണിൽ നടക്കുന്ന ദിവസങ്ങളിൽ രാത്രി 12 മണി വരെ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം വയനാട് ദുരന്തത്തെ തുടർന്ന് മാറ്റിവെച്ച ആഘോഷ പരിപാടിയാണ്. ഈ വർഷം നല്ല നിലയ്ക്ക് ജനപങ്കാളിത്തത്തോടുകൂടി നടത്തണം എന്നാണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഗതാഗത നിയന്ത്രണം നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയതുപോലുള്ള നിയന്ത്രണങ്ങളാണ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഐ വിഷൻ, പിറവം. IT രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.